പി.വി. അൻവർ എം.എൽ.എ ഉയർത്തിയ ആരോപണങ്ങളുടെ ഭാഗമായി പലതും പുറത്തു വന്നിരുന്നു. ഇതോടെ അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തെത്തി. ഇപ്പോൾ ഇതാ മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ പി.വി. അൻവർ എം.എൽ.എക്കെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനറുമായാണ് നിലമ്പൂരിൽ CPIM അണികൾ പ്രതിഷേധിക്കുന്നത്. സ്ത്രീകളും യുവാക്കളും അടക്കം പ്രതിഷേധ പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട്. അതേസമയം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അൻവറിനെതിരെ സംസാരിച്ചു. LDFുമായുള്ള അൻവറിന്റെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്നും അൻവറിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറി. നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങളും സഖാക്കളും രംഗത്തിറങ്ങണം. അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമീപനത്തെക്കുറിച്ച് ധാരണയില്ലെന്ന് വ്യക്തമാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇത്തരത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആഹ്വാനം ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് അൻവറിനെതിരെ CPIM അണികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. നിലമ്പൂരിന് പുറമെ എടക്കരയിലും CPIM അണികൾ അൻവറിനെതിരെ തെരുവിലിറങ്ങി. DYFI ജില്ലാ പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 200-ലധികം അണികളാണ് എടക്കരയിൽ അൻവറിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. അൻവർ ഭൂമാഫിയുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും വാക്താവായെന്നാണ് ആരോപണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ഉന്നയിച്ച് അൻവർ മണ്ഡലങ്ങളിൽ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും നേതാക്കൾ ആരോപിക്കുന്നു. നിലമ്പൂരിൽ പി.വി. അൻവർ എം.എൽ.എക്കെതിരെ CPIM അണികളും പ്രകോപന മുദ്രാവാക്യമുയർന്നു. നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിലാണ് അൻവറിനെതിരെ അണികൾ പ്രകോപന മുദ്രാവാക്യമുയർത്തിയത്. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ കൈയും കാലും വെട്ടിയെറിയുമെന്നാണ് മുദ്രാവാക്യം. ഗോവിന്ദൻ മാഷ് ഒന്ന് ഞൊടിച്ചാൽ കൈയും കാലും വെട്ടിയെറിഞ്ഞ് പുഴയിൽ തള്ളുമെന്നും മുദ്രാവാക്യമുയർന്നു. അതേസമയം ഭീഷണി മുദ്രാവാക്യങ്ങൾ വിളിച്ചവർ തിരിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന സമയം വരുമെന്ന് പി.വി. അൻവർ പ്രതികരിച്ചു. ആകെ 2 കൈയും കാലും മാത്രമേയുള്ളൂ. എല്ലാവരും കൂടെ അത് വെട്ടിയാൽ എന്ത് ചെയ്യുമെന്നും അൻവർ പരിഹസിച്ചു. നിലമ്പൂരിൽ ഏരിയ സെക്രട്ടറി പത്മാക്ഷനാണ് പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് ഇന്നലെ അൻവർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് CPIM സ്വീകരിച്ചത്. LDFുമായുള്ള അൻവറിന്റെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചു. അൻവറിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇതിനുശേഷവും അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. തന്നെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണെന്നും ഇനി താൻ തീപ്പന്തമാകുമെന്നും അൻവർ പ്രതികരിച്ചു. പാർട്ടി ഓഫീസിലേക്ക് പരാതിയുമായി ഇപ്പോൾ ആരും വരുന്നില്ലെന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് താൻ ഉയർത്തുന്നതെന്നും പി.വി. അൻവർ പറഞ്ഞു. പാർട്ടിയിലെ ചില പ്രശ്നങ്ങളാണ് താൻ എടുത്തു പറയുന്നത്. അത് ആർക്കെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഏറ്റുപറച്ചിൽ താൻ തുടരുമെന്നും അൻവർ പറഞ്ഞു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുക മാത്രമാണ് താൻ ചെയ്യുന്നത്. താൻ കൊടുത്ത പരാതികൾ പാർട്ടി പരിശോധിക്കുക പോലും ചെയ്തിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത്. പല കേസുകളും അട്ടിമറിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും അൻവർ പറഞ്ഞു. പോലീസ് ചെയ്യേണ്ട പണി താൻ ചെയ്യേണ്ട അവസ്ഥയാണെന്നും താൻ എന്നും സാധാരണ ജനങ്ങൾക്കൊപ്പമുണ്ടെന്നും പി.വി. അൻവർ കൂട്ടിച്ചേർത്തു.